എന്റെ പൊന്ന് കൃപയെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ ഉടുപ്പേലോട്ട് ഇങ്ങനെ ഇട്ട തുണിയിലോട്ട് ഈ കൈ ഇങ്ങനെ തൂക്കരുതെന്ന്. ആ തുണി ഇപ്പൊ നേരം വെളുത്തതേ ഉള്ളൂ, വൈകുന്നേരം ആകുമ്പത്തേക്ക് അത് മുഷിഞ്ഞ് മണത്ത് ഒരു കോലമാവും. ഇതൊക്കെ അലക്കി കഴിഞ്ഞ വെളുക്കുവോ അതുമില്ല. കുറച്ച് കഴിയുമ്പത്തേക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന കൈക്കൽ തുണി പോലെ ഇരിക്കും ഇട്ട തുണി. എത്ര പറഞ്ഞു കൊടുത്താലും ഈ തൂക്കലാണ്, ഈ തൂക്കല്. അമ്മ അതിന് എന്റെ കയ്യിലൊന്നും ഇല്ലായിരുന്നു, അതൊന്നും പറ്റിയൊന്നുമില്ല, സാരമില്ല. എന്ത് സാരമില്ലെന്ന്? ഈ അടുക്കളയിലെ പെൺപിള്ളേർ എന്തെങ്കിലും പണിയെടുക്കുമ്പോ ഇതുപോലെ എന്തെങ്കിലും എടുത്തിട്ട് ചുറ്റണം. അന്നേരം ഇട്ട തുണി ഇങ്ങനെ വൃത്തികേടായില്ല. ഇത് മനുഷ്യന്മാരാരെങ്കിലും കേറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ നിക്കണം മുഷിഞ്ഞു മണത്ത്. എത്ര പറഞ്ഞു തന്നാലും തലയിലോട്ട് കേറിയല്ല. പറഞ്ഞു തരുന്നെങ്കിലും കേൾക്കണ്ടേ? ഇത് ഒരു വീറുമില്ല, വൃത്തിയില്ലാത്തൊരു പെങ്കൊച്ച്. ശോ. ആ ദേ ഇരിക്കുന്നു, കഴുകിയ പാത്രം ഇരിക്കുന്നു, കഴുകാനുള്ള ഗ്ലാസ് ഇരിക്കുന്നു. അല്ല പൊന്നുമോളെ, ഈ കഴുകിയ പാത്രമൊക്കെ കൊണ്ട് വർക്കേരിയെ കൊണ്ട് കമത്തി വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? രാവിലെ നീ ഇച്ചിരി ചായ കുടിച്ച ഗ്ലാസ് അല്ലേ ഇരിക്കുന്നത്? ആ ഗ്ലാസ് ആ ചായയും കുടിച്ച് അന്നേരം കഴുകി അങ്ങ് വെച്ചാൽ ഈ ഈച്ചയായിട്ട് ഇങ്ങനെ ഇരിക്കുവോ? എന്റെ അമ്മ ഈ പട്ടാളച്ചിട്ടയും കൊണ്ട് രാവിലെ തന്നെ ഇറങ്ങിയ കുറച്ച് കഷ്ടമാ. ഇതൊരു വീടല്ലേ, അതിപ്പോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോ. പട്ടാളച്ചിട്ട കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ മോൾ എന്നാ പറയൂ അപ്പം? പട്ടാളച്ചിട്ടുള്ള കുടുംബം ഉണ്ട്, ആ കുടുംബത്തോട്ട് പോയ എന്റെ മോൾ എന്താ പറയുന്നത്? എന്റെ പൊന്നു കൊച്ചേ, നിന്റെ പ്രായമല്ലേ ഉള്ളു ദിവ്യക്ക്. അല്ലേ? ഞാൻ അവളെ ഇവിടെ നല്ല ചിട്ടേര് വളർത്തി വലുതാക്കിയ വേറൊരു കുടുംബത്തിലോട്ട് കെട്ടിച്ചു വിട്ടത്. ആ വീട്ടിലോട്ട് മോള് പോയി നോക്കിക്കേ. അവള് പാത്രമൊക്കെ കഴുകി നല്ല ഉണക്കി അടുക്കി അടുക്കി വെക്കും. അതുപോലെ തന്നെ ഗ്ലാസും പാത്രവും കലവും ഒക്കെ കഴുകി കഴിഞ്ഞാൽ നല്ല തിളങ്ങും ഇരുന്നിട്ട്. അതാണ് വൃത്തിയും ചിട്ടയുള്ള പെൺപിള്ളേരെന്ന് പറയുന്നത്. ഇത് നിനക്ക് ഒരു ചിട്ടയില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാരണം. ഇങ്ങനെ അലസമായിട്ട് ഇങ്ങനെ ജീവിക്കല്ലേ. ഒരു കൊച്ചു വളർന്നു വരുന്നുണ്ട്, അതിനെ അത് തന്നെ പഠിപ്പിക്കാതെ. അയ്യോ, എന്റെ അപ്പോ സ്കൂൾ ബസ്സിന് കാത്തു നിന്ന് 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 എന്റെ കാല് മുറിഞ്ഞു, മുട്ടിന് വേദനയെ ഇളകി. എത്ര നേരം എടുത്ത് ഈ പിള്ളേർ ഇനി എപ്പോ സ്കൂളിൽ കൊണ്ടുവിടാനാന്നാ ഞാൻ വിചാരിക്കുന്നത്. ഞാനും വിചാരിച്ച അമ്മേനെ കാണുന്നേ ഇല്ലല്ലോ, ബസ് എന്താ പോലും വരാത്തേന്ന്. ഓരോ സ്ഥലത്തൊക്കെ പിള്ളേർ എത്താൻ താമസിക്കുന്നുണ്ടാവും അമ്മേ. പിന്നെ പിള്ളേര് കയറാനും ഇറങ്ങാനും ഒക്കെ ചെറിയ പിള്ളേരല്ലേ. ആ ചെറുപ്പം കൊച്ചാണെങ്കിൽ നിന്ന് നിന്ന് മടുത്തച്ചിട്ട് ഞാൻ അതിനെ എടുത്തോണ്ട് നിൽക്കുവായിരുന്നേ. പാവം, അതിന്റെ കാല് കുഞ്ഞിക്കാല് വേദന എടുത്തിട്ട്. അല്ല, ദിവ്യമോള് വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോടി. അവള് വരാനാകുന്നേ ഉള്ളായിരിക്കും. അവള് കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ വിട്ടതിന് ശേഷം ബസ് കയറി വരണ്ടേ, അപ്പൊ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് വരുള്ളായിരിക്കും. ആ അല്ല പെങ്കൊച്ചെ, നീ ആ കൊച്ചിനെ മര്യാദയ്ക്ക് കുളിപ്പിക്കുന്നൊന്നും ഇല്ലേ? എന്താ? അയ്യോ, അതിന്റെ പിന്നെ കഴുത്തേലൊക്കെ അപ്പടി ചെളിയാന്നേ. അതിന്റെ കഴുത്തേലൊക്കെ ചെളിയുണ്ട്. അത് മാത്രമല്ല, കൈന്റെ നഖവും നീണ്ടേക്കുവാണല്ലോ, നഖമൊക്കെ മുറിക്കാറായി. പിള്ളേരുടെ നഖമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരും, അതൊക്കെ എല്ലാ ആഴ്ചയും മുറിക്കണ്ടേ? ഇതൊക്കെ ഈ കണ്ണു മേലാത്ത എനിക്ക് മുറിച്ചു കൊടുക്കാൻ പറ്റുമോ നഖമൊക്കെ? അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിള്ള കൊച്ചിന്റെ കാര്യമൊക്കെ നോക്കണം. കൊച്ചിന്റെ ചെവിയുടെ പുറകും ചെവിയും കഴുത്തും ഒക്കെ നല്ല വൃത്തിക്ക് കഴുകണം. ആൺപിള്ളേരല്ലേ ഇവര്, പിള്ളേര് കുഞ്ഞു ഓടി കളിച്ച് ഒക്കെ നടക്കുന്നതല്ലേ. അമ്മ, ഞാൻ അവനെ 2 നേരം കുളിപ്പിക്കുന്നില്ലേ, പിന്നെ എങ്ങനെ ചെളി ഉണ്ടാവുന്നു ദേഹത്തൊക്കെ? അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. നഖം ഞാൻ കഴിഞ്ഞ ആഴ്ച കൂടി മുറിച്ചതേ ഉള്ളൂ. ഇതിപ്പോ അമ്മയ്ക്ക് കണ്ണു കാണാൻ പറ്റൂലെന്ന് പറയുകയും ചെയ്തിട്ട് അമ്മ ഇതെല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തോ? കണ്ണ് കാണിയാലെന്നും പറഞ്ഞിട്ട് എന്റെ കണ്ണെന്നാ ഇവരം വന്ന് മൂടി കിടക്കുവാണോ, ഇത് ഒട്ടും കാണാതിരിക്കാൻ വേണ്ടിട്ട്? എന്റെ കൊച്ചിനെ മര്യാദക്ക് നോക്ക്. ഇതിന് എപ്പോഴും അസുഖം വരുന്നത് ഇതുകൊണ്ടാണ്. നീ വൃത്തിക്ക് മരിക്ക് നോക്കാത്തോണ്ടല്ലേ. ആഴ്ചക്ക് ആശുപത്രി കൊണ്ടുപോയിട്ട് ഈ ആന്റിബയോട്ടിക് കൊടുക്കും അതിന്. കുറെയൊക്കെ അതിന് മര്യാദക്ക് നോക്ക്, അപ്പൊ കുഴപ്പമില്ല. അയ്യോ, നല്ല ചൂടുള്ള വെള്ളം ഞാൻ കുടിച്ചോ. ഈ ഗ്ലാസ് ഒന്നും നീ മര്യാദക്ക് കഴുകില്ലേടി? ഇതെന്തൊരു മണമായത്? ഞാനൊരു 10 പ്രാവശ്യമെങ്കിലും കഴുകിയിട്ടാണ് അതിനകത്ത് ഇപ്പൊ ചൂടുവെള്ളം എടുത്തോണ്ട് വന്നത്, തൊണ്ടവേദനയാന്നും പറഞ്ഞിട്ട്. എന്നിട്ട് വെറുതെ അങ്ങ് തോന്നുവാണ്. ഇതിപ്പം ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ ഉള്ളൂ, ഓരോ ദിവസം പുതിയ പുതിയ ഓരോ ഗ്ലാസ്സിൽ അങ്ങ് ചായയും വെള്ളമൊക്കെ തരാം. അതെങ്ങനെയാ? ആ അമ്മയുടെ അല്ലേ മോൻ, അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ. എന്റെ അമ്മയ്ക്ക് വൃത്തിയുള്ളതാണ് ഇപ്പൊ പ്രശ്നം. എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങളുടെ അമ്മയും നിങ്ങളുടെ കുടുംബം മൊത്തം നല്ല വൃത്തിയുള്ളവരാ. എനിക്ക് ഇച്ചിരി വൃത്തി കുറവാ. പയ്യെ ശരിയാക്കിക്കോളാമേ. ഇത് കഴിഞ്ഞ തവണ വന്നതിന് വീണ്ടും തടി വെച്ചല്ലോ. ഇങ്ങനെയാണെങ്കിൽ തടി അങ്ങ് വെച്ച് പോകും. എല്ലാ അമ്മമാരും മക്കള് എത്ര വണ്ണം വെച്ചിരുന്നാലും പറയാം മെലിഞ്ഞു പോയി. ഇവിടെ എന്റെ അമ്മ ഞാൻ തടി വെച്ചെന്നാ പറയുന്നത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇനി ഒന്നും കഴിക്കുന്നില്ല, പട്ടിണി കിടക്കാം.
ആ പട്ടിണി കിടക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് അതിനനുസരിച്ച് നല്ല പണിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തടി വെച്ച് വെച്ച് വരികയില്ല. ഈ കുഞ്ഞു പ്രായത്തിലെ വയറും ചാടി തടിയും വെച്ച് കഴിഞ്ഞാൽ എന്തിനും കൊള്ളാം. കുറച്ചൊക്കെ ശരീരം നോക്കണം നമ്മള്. നീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഒരു എന്തെങ്കിലും അടുക്കളയിൽ പണി എടുത്തേച്ച് പിന്നെ മാറിപ്പോയി കിടന്ന് ഉറങ്ങും. ഇപ്പൊ പെമ്പിള്ളേർ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ കൊള്ളിയാലെന്നേ. ഓ, ഇച്ചിരി നേരം ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് ക്ഷീണം. അവൻ എനിക്ക് ഉറങ്ങാണ്ടിരിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. ഉറങ്ങണ്ട, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങണ്ട. ഉച്ചയ്ക്ക് അങ്ങോട്ട് ഒരു 12 മണി കഴിഞ്ഞ് അവിടെ ഉറങ്ങാൻ കയറും. പിന്നെ കൊച്ചു വരാറാകുമ്പോഴല്ലേ നീ കൂടുന്നതിന്റെ സ്വഭാവം എനിക്കറിയാം. ഈ ഉറങ്ങുന്ന സ്വഭാവം അത്ര നല്ലതല്ല കേട്ടോ. ഉറങ്ങിയാൽ നന്നായിട്ട് തടിയും വെക്കും. ഉള്ള ഷുഗറും കൊളസ്ട്രോളും പ്രഷറും എല്ലാം കൂടെ പിടിവിടും. ഞാൻ പറഞ്ഞേക്കാം. എടി, നിനക്ക് ചിക്കൻ പൊരിക്കണോ? ആ, പൊരിച്ചോ. ഇവിടെ വരുമ്പോഴല്ലേ പൊരിച്ച ചിക്കനൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അവിടെ ചിക്കനൊന്നും പൊരിക്കൂല. ആ, അല്ല എന്റെ പൊന്നോ, മുറ്റമൊക്കെ കിടക്കുന്നത് എന്താ? അടിച്ചു വരാറൊന്നും ഇല്ലേ ഇവിടെ? ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ മുറ്റമൊക്കെ കിടക്കുന്ന കാണണമായിരുന്നു. അത് മാത്രമല്ല, അവിടെയൊക്കെ മൊത്തം കാട് ആയേക്കുവാ. മുറ്റം ഏതാ കാട് ഏതാന്ന് തിരിച്ചറിയാൻ പറ്റാണ്ടായി ഇങ്ങോട്ട് കേറി വരുന്ന വഴിയിലൊക്കെ. എന്തൊരു കഷ്ടമാ. ഡീ 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 ഡീ, നീ ഇവിടെ വന്നിട്ടേ നാത്തൂനെ ഭരിക്കാൻ നിക്കണ്ട കേട്ടോ. നീ നിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. അവളിവിടെ എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളും. അവളില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഇവിടെ ഞാനുണ്ട്. അവൾ രണ്ടുപേരും ഇവിടെയൊക്കെ ചെയ്തോളും. അയ്യോ, കെട്ടിച്ചു വിട്ടേച്ചിട്ട് അവൾ ഇവിടെ വന്നിട്ട് നാത്തൂനെ ഭരിക്കാൻ വരുന്നു. അത് നടക്കും കേട്ടാ. ഇതിന്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ മതി. തൽക്കാലം അവളെ ഭരിക്കണ്ടേ. അവളെ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് ചെയ്യിക്കാനുണ്ടെങ്കിൽ അമ്മ ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ചെയ്യിച്ചോളാം കേട്ടാ. പയ്യെ പയ്യെ കാര്യങ്ങളൊക്കെ ചെയ്തോളും. അമ്പടി, നീ പോ. ചിക്കൻ അവിടെ വെക്ക്, ഞാൻ പൊരിച്ചോളാം. പോയി കൊച്ചിന്റെ തുണി കഴുകിയിടല്ലേ, പോയി കഴുകിയിട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് മരുമോളെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കൂലല്ലോ. എന്നെ കഴിഞ്ഞ് ഇഷ്ടം അവളെയാണല്ലോ. പിടിക്കത്തില്ല. പിന്നെ നീയാണോ എന്നെ വന്ന് നോക്കുന്നേ? പിന്നെ ഞാൻ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ എന്നെ നോക്കാൻ അവളെ ഉണ്ടാവുള്ളൂ. കാണാം കാണാം. പിന്നെ ഞാൻ അവളെ അല്ലേ സ്നേഹിച്ച് നിർത്തേണ്ടത് എന്ന് പറഞ്ഞാൽ എന്നോട് സ്നേഹമില്ലെന്നാണോ അതിന്റെ അർത്ഥം? എന്റെ മരുമോളെ ഞാൻ വല്ലതും പറയും. വേറെ ആരും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടില്ല. അതിനിപ്പോ എന്റെ മകളാണെങ്കിലും ശരി. എന്റെ മുത്ത എന്റെ അമ്മായിയമ്മ. ബാക്കിയുള്ളവരുണ്ട് ഒരു അമ്മായിയമ്മ, ഒരു സ്നേഹവും ഇല്ല. ഏത് സമയം എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ ആണെങ്കിൽ അമ്മായിയമ്മ വരുമ്പോൾ ചക്കരയും വീരാൻ പോലെ. എടി, ഈ അമ്മായിയമ്മ എന്നേലും പറയുമ്പോഴത്തേക്ക് നീ എന്തിനാ അതിങ്ങനെ? ഞാൻ നിന്നെ എന്തോരം വഴക്ക് പറയുന്നുണ്ട്, എന്നിട്ട് നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ പിന്നെ കമ്മയെന്ന് വിളിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ അമ്മായിയമ്മ എന്തെങ്കിലും പറയുമ്പോൾ നിനക്ക് തന്നെ എത്ര കൊള്ളുന്നതല്ല. പിന്നെ അവരോട് ഒരാഴ്ച മിണ്ടിയല്ല, മുഖം വീർപ്പിച്ചോണ്ട് നടക്കും. അതിന്റെയൊക്കെ കാര്യം എന്നാ? നിന്റെ അമ്മയെ പറയുന്നത് അങ്ങോട്ട് വിചാരിക്കണം വഴക്ക് പറയുന്നേ അല്ലേ?